മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നതാണ്. ആദ്യം തന്നെ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു മനുഷ്യന്റെ ജീവിതാനുഭവം കൊണ്ട് മനുഷ്യൻ കൃഷിയിൽ നടത്തിയ ഒരു വിപ്ലവമാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്നത്. ഞാൻ വേറെ ആരെയും കുറിച്ചുമല്ല പറയുന്നത്, ജപ്പാൻകാരനായ ഹുക്കുവോക്ക എന്ന കർഷകനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ജനിച്ചത് 1913 ജപ്പാനിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് താനൊരു വലിയൊരു കൃഷിക്കാരൻ എന്ന് കേൾക്കാനായിരുന്നു. കൃഷിക്കാരൻ എന്ന അഭിമാനത്തോടെ മറ്റുള്ളവർ പറയുന്നതായിരുന്നു അദ്ദേഹത്തിന് കേൾക്കാൻ വളരെയധികം ഇഷ്ടമെന്ന് പറയുന്നത്. കീടനാശിനി ഉപയോഗിക്കുന്നവരുടെയും കീടനാശിനി ഉണ്ടാക്കുന്ന കമ്പനികളുടെയും ഏറ്റവും വലിയ ശത്രു തന്നെയായിരുന്നു ഹുക്കുവോക്ക എന്ന് പറയുന്ന കർഷകൻ. ഹുക്കുവോക്ക ചെയ്തത് വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങളും പ്രകൃതിക്ക് ഒരു ഉപദ്രവവും ഒന്നുമില്ലാതെ തന്നെയാണ് ഹുക്കുവോക്ക വിളകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഹുക്കുവോക്ക ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, കള പറിക്കാതെ, നിലം ഉഴുതുമറിക്കാതെ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിക്കുകയും പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്തുന്ന രീതിയും ഒന്നും ചെയ്യുന്നില്ല. ഇത് വളരെയധികം വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. ഇപ്പോൾ ഈ ഹുക്കുവോക്കയുടെ ഈ ഒറ്റ വൈക്കോൽ വിപ്ലവം എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പിന്തുടരുന്നുമുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് ടെക്നോളജി ഇപ്പോൾ വളർന്നു വരുന്നതില്ല. ഇപ്പോൾ നിലം ഉഴുതും മണ്ണ് മറിച്ചും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കളകളൊക്കെ നമുക്ക് ഭക്ഷണ രീതികളൊക്കെ ഉണ്ടാക്കി വരുന്നത്. പക്ഷേങ്കിൽ ഹുക്കുവോക്കയുടെ ഈ ആധുനിക ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകൃതിക്ക് വളരെയധികം ഉപകാരം തന്നെ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ വലിയൊരു ഇഷ്ടം തന്നെയാണ് പ്രകൃതിയെ സ്നേഹിക്കണമെന്നും പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കണമെന്നും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വലിയൊരു ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കീടനാശിനി ഉപയോഗിക്കുന്നവർക്കും ഹുക്കുവോക്കയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് തന്നെ വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഈ കണ്ടുപിടുത്തത്തോടെ വളരെയധികം പ്രശസ്തിയിലും ചേർന്നിട്ടുമുണ്ട്. വിവിധ രാജ്യങ്ങളും ഈ ടെക്നോളജി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. അങ്ങനെ വളരെയധികം ലാഭം തന്നെയാണ് അതിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ മനുഷ്യരെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് വളരെയധികം ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് വളരെയധികം ക്ഷമ പോലുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിള ലഭിക്കാൻ വേണ്ടി പല കീടനാശിനികളും നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഹുക്കുവോക്കയ്ക്ക് പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി ജീവിക്കാനായിരുന്നു ആഗ്രഹം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മനുഷ്യരെന്ന് പറയുന്നത് മഴ കൊള്ളാതെ കുട പിടിച്ചും തണുപ്പ് ചൂട് അനുഭവപ്പെടാതെ AC-യിലിരുന്നും മഞ്ഞ് കൊള്ളാതെ തൊപ്പിയിട്ടും അങ്ങനെ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് അകലുകയാണ്. ഇതെവിടം വരെ പോകും? അവിടെ രോഗങ്ങൾ മാത്രമായിരിക്കും, പേരറിയാത്ത രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്ന ഒരാൾക്ക് രോഗങ്ങൾ വളരെയധികം കുറവ് തന്നെയായിരിക്കും. കാരണം അവർ അധ്വാനിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ അവർക്ക് രോഗം വളരെയധികം കുറവായിരിക്കും. അത് തന്നെയാണ് ഹുക്കുവോക്കയും പറയുന്നത്. പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം കൂടുതൽ കാലം ജീവിക്കാൻ കഴിയും. ഇല്ല, എനിക്ക് മഞ്ഞ് കൊള്ളാൻ കഴിയുകയില്ല, വെയിൽ കൊള്ളാൻ പറ്റുകയില്ല, മഴ കൊള്ളാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വിവിധ രോഗങ്ങൾ വന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മരണമടയാൻ സാധ്യതയാകുന്നു. ഹുക്കുവോക്കയുടെ ഈ വളരെ ടെക്നോളജിയിൽ ഞാൻ വളരെയധികം ശരി തന്നെ പറയുന്നു. കാരണം പ്രകൃതിക്ക് ഒരു ഉപദ്രവവും ഇല്ലാതെ മനുഷ്യർക്കും നല്ല ഉപകാരപ്രദമായ നല്ലൊരു ടെക്നോളജി തന്നെയാണ് ഹുക്കുവോക്ക കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലോട്ടും വരികയാണെങ്കിൽ നമുക്കും വളരെയധികം ഉപകാരപ്രദം തന്നെയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.